സംസ്ഥാനത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ബി.ജെ.പിയിലെ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുള്ളതാണ് അല്ലെ. തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങിയതാണ്, വട്ടിയൂർക്കാവിൽ നിന്ന് തുടങ്ങിയ ആരോപണം ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എത്തി നിൽപ്പുണ്ട്. എറണാകുളം ജില്ലയിൽ സമാനമായ രീതിയിൽ ബി.ജെ.പിയിൽ തിരഞ്ഞെടുപ്പ് ഫണ്ട് ആരോപണം വരികയാണ്. ആലുവ നിയോജക മണ്ഡലത്തിലേക്ക് വന്ന ഫണ്ട് തട്ടിയെടുത്തു എന്നാണ് പരാതി. എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം.എ. ബ്രഹ്മരാജ്, ട്രഷറർ രൂപേഷ് പോയാട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മുത്തേടൻ എന്നിവർക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. ബി ക്ലാസ് മണ്ഡലം എ ക്ലാസ് മണ്ഡലമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പണം തട്ടിയെന്നാണ് പരാതി. പ്രാദേശിക പ്രവർത്തകരുടെ കൂട്ടായ്മയാണ് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് പരാതി നൽകിയത്. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേർന്നു. സഹിൻ, സംസ്ഥാനത്തെ ബി.ജെ.പിയെ തന്നെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം. തിരുവനന്തപുരത്ത് തുടങ്ങി എറണാകുളത്തെത്തി നിൽക്കുന്നു. തീർച്ചയായിട്ടും, അതായത് തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും ബി.ജെ.പിയിൽ ഒരു ആക്ഷേപം ഉയർന്നു വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിൽ ഇത്തരത്തിലുള്ള പരാതികൾ നന്നേ കുറവുള്ള ഒരു ജില്ല കൂടിയായിരുന്നു എറണാകുളം. എന്നാൽ ഇത്തവണ ആ പരാതി കൂടി ഉയർന്നു വന്നിരിക്കുകയാണ്. ബി.ജെ.പി ആലുവ നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. അവിടുത്തെ തന്നെ എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റായിട്ടുള്ള എം.എ. ബ്രഹ്മരാജ്, അദ്ദേഹം തന്നെയായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥിയും. അദ്ദേഹവും കൂടാതെ ജില്ലാ ട്രഷറർ രൂപേഷ് പോയാട്ട്, ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി മൂത്തടൻ എന്നീ 3 പേർക്കെതിരെയുമാണ് പരാതി ഉയർന്നു വന്നിരിക്കുന്നത്. 2 കോടിയോളം രൂപയിൽ 1 കോടി രൂപ ഇവരെല്ലാം ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി. ആ പരാതിയിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഇത് ഒരു ബി ക്ലാസ് മണ്ഡലമായിരുന്നു, ഇതിനെ എ ക്ലാസ് മണ്ഡലമായി ഉയർത്തിക്കാട്ടി സംസ്ഥാന നേതൃത്വത്തെ തെറ്റിദ്ധരിപ്പിച്ചു. മാത്രമല്ല, ഈ വന്ന പണം പ്രാദേശിക മണ്ഡലം സെക്രട്ടറിമാരുടെ പ്രസിഡന്റുമാരുടെ എല്ലാം അക്കൗണ്ടിലേക്ക് ഇട്ട് നൽകി ആ പണം പിന്നീട് ഇവർ കയ്യിൽ വാങ്ങി എന്നുള്ളതാണ്. അതായത് ഓരോ പ്രസിഡന്റുമാരുടെയും അക്കൗണ്ടിലേക്ക് ഈ പണം നൽകുകയും പിന്നീട് ആ പണം കയ്യിൽ ഇവർ തിരികെ വാങ്ങുകയും ചെയ്തു എന്നുള്ള ഒരു പരാതിയാണ്, ഗുരുതരമായ പരാതിയാണ്. ഏതായാലും ഈ പരാതി സംസ്ഥാന പ്രസിഡന്റിന് തന്നെയാണ് അയച്ചിരിക്കുന്നത്. പ്രാദേശിക ബി.ജെ.പി നേതാക്കളാണ് ഇത്തരത്തിലുള്ള ഒരു പരാതിയുമായി ഉയർന്നു വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും എറണാകുളം ജില്ലയിലെ നോർത്ത് ജില്ലയിലെ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റിനെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു സ്ഥാനാർത്ഥി, ബ്രഹ്മരാജ് തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പരാതി, സംസ്ഥാന അധ്യക്ഷനാണ് ഈ പരാതി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ശരി സഹിൻ, ശരി. ബി.ജെ.പിയെ വെട്ടിലാക്കി പ്രതിരോധത്തിലാക്കി തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം